ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ. സർ, കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമായി പരിവർത്തിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബഹുമാന്യായ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന പരിശ്രമങ്ങളെ അഭിനന്ദിക്കുകയാണ്. വ്യക്തിപരമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ കഴിവും സാമൂഹ്യബോധവും നിർണ്ണയിക്കുന്നതിൽ ഭാഷാ പഠനത്തിന് വലിയ പ്രാധാന്യമുണ്ട് സർ. എന്നാൽ UGC വിഭാവനം ചെയ്യുന്ന കരിക്കുലം ഭാഷാ പഠനത്തിൻ്റെ പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ കരിക്കുലം ഇതിൽ നിന്ന് എന്ത് മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. UGCയുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഭാഷാ പഠനത്തെ വൈവിധ്യവൽക്കരണത്തിലൂടെ സമീപിക്കുന്ന രീതിയാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് ആധുനിക ഇന്ത്യൻ ഭാഷ എന്ന UGCയുടെ കാഴ്ചപ്പാട് മാത്രമല്ല കേരളം സ്വീകരിച്ചിട്ടുള്ളത്. അറബിക്, ജർമ്മൻ, ഫ്രഞ്ച് തുടങ്ങിയ വൈദേശിക ഭാഷകൾ ഉൾപ്പെടെ പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ കരിക്കുലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും 2 വീതം ഇംഗ്ലീഷ് കോഴ്സുകളും അവർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും 2 ഭാഷാ കോഴ്സുകളും അടക്കം 4 ഭാഷാ കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള അവസരം എല്ലാവർക്കും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സിൻ്റെയും വാല്യൂ ആഡഡ് കോഴ്സിൻ്റെയും ഭാഗമായിട്ട് തങ്ങളുടെ അഭിരുചിക്കൊത്ത ഭാഷകൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരമുണ്ട്. ട്രാൻസ്ലേഷൻ അടക്കമുള്ള കോഴ്സുകൾ പഠിക്കാൻ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് അവസരമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഓരോരുത്തർക്കും അവർക്ക് അവരുടെ അഭിരുചിക്കിണങ്ങുന്ന വിധത്തിലുള്ള ഭാഷാ പരിചയവും ഭാഷാ പ്രാവീണ്യവും ഉറപ്പ് നൽകുന്ന രീതിയിലാണ് കേരളത്തിലെ 4-year UG പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. സർ, കേരളത്തെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. സ്റ്റഡി ഇൻ കേരള എന്ന് പറയുന്ന പ്രത്യേക സ്ലോഗൻ നമ്മളതിനു വേണ്ടി വരുത്തിയിട്ടുണ്ട്. സർ, ഇതിനു വേണ്ടി ഇന്ന് ക്യാമ്പസുകളിൽ വലിയ മാറ്റം നമുക്കുണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് കാണുന്നത്. അനാപലഷണീയമായ ഒട്ടേറെ പ്രവണതകൾ ക്യാമ്പസുകളിൽ വളർന്നു വരുന്നതായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയെല്ലാം മാറ്റി വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യവും അക്കാദമിക ഫ്ലെക്സിബിലിറ്റിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ലക്ഷ്യബോധമുള്ള ഒരു യുവതലമുറയെ, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് എങ്ങനെയാണ് കേരളത്തിൻ്റെ ഈ പുതിയ മോഡൽ റെഗുലേഷൻ ഉറപ്പുവരുത്തുക? മിനിസ്റ്റർ. വിദ്യാർത്ഥി കേന്ദ്രിതമായിട്ടുള്ള ഒരു സമീപനമാണ് നാം കരിക്കുലം പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. പുതിയ കാലത്തിനും പുതിയ ലോകത്തിനും ഇണങ്ങുന്ന തരത്തിൽ തങ്ങളുടെ അഭിരുചിക്കും അക്കാദമിക് താൽപ്പര്യങ്ങൾക്കും കരിയർ താൽപ്പര്യങ്ങൾക്കും അനുസൃതമായ വിധത്തിൽ സ്വയം തങ്ങളുടെ ബിരുദ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വയം രൂപകൽപ്പന ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മുൻകാലങ്ങളിൽ കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും കണക്കും പഠിക്കണമെന്ന് നിർബന്ധമായിരുന്നെങ്കിൽ ഇപ്പോൾ കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും സംഗീതവും പഠിക്കാം, അതല്ലെങ്കിൽ ഫിസിക്സും ഇലക്ട്രോണിക്സും പഠിക്കാം. അങ്ങനെ വലിയ രീതിയിലുള്ള വിപുലമായ ചോയ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുമാത്രമല്ല, തങ്ങളുടെ പഠനം ഏത് വിധത്തിലായിരിക്കണമെന്ന് രൂപകൽപ്പന ചെയ്യാൻ അക്കാദമിക് കൗൺസിലർമാരുടെ സഹായത്തോടു കൂടി വിദ്യാർത്ഥികൾക്ക് തന്നെ സാധ്യമാകുന്ന നില ഉണ്ട്. ഒപ്പം തന്നെ ഓൺലൈൻ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അതിനനുസൃതമായ രീതിയിൽ സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും പരിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അക്കാദമിക് സമൂഹത്തിന് അതിവേഗം സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്, ഈസ് ഓഫ് ഡൂയിങ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതനുസരിച്ച് പരമാവധി സേവനങ്ങൾ ഓൺലൈനിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ലോകത്തെവിടെ നിന്ന് വേണമെങ്കിലും ക്രെഡിറ്റ് ആർജിച്ച് തങ്ങളുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ നിക്ഷേപിക്കാൻ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. കേറിപ്പ് എന്ന പദ്ധതി കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതും സഭയെ അറിയിക്കുകയാണ്.